നമസ്കാരം, മീഡിയ ഭാരതിലേക്ക് സ്വാഗതം. ഇന്ന് മീഡിയ ഭാരതിൽ ഞങ്ങളുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് കൂടുതൽ മുഖവുരകളുടെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. അധ്യാപകനാണ്, എഴുത്തുകാരനാണ്. നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദ എന്ന ഒരൊറ്റ പുസ്തകം കൊണ്ട് തന്നെ സാഹിത്യ ലോകത്ത് തൻ്റെതായ ഇടം നേടിയ വ്യക്തി മിസ്റ്റർ നിസാർ ഇൽത്തുമിഷ്. സർ, വെൽക്കം ടു മീഡിയ ഭാരത്. ഇതിപ്പോ മൂന്നാമത്തെ പ്രാവശ്യമാണ് മീഡിയ ഭാരതിന്റെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത്. അപ്പോ നമ്മൾ കഴിഞ്ഞ ആ ഒരു ഇന്റർവ്യൂവിൽ അഗർത്തയെ പറ്റി കൂടുതലായിട്ട് സംസാരിച്ചല്ലേ. ഇപ്പോ അഗർത്ത ജനഹൃദയങ്ങൾ കീഴടക്കിയോ? ഭയങ്കരമായിട്ട് നല്ല റെസ്പോൺസാണ്. ഞാൻ വിചാരിച്ചേക്കാം, എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം രണ്ടാം ഭാഗം ഇറക്കുന്ന സമയത്തെ ആൾക്കാരുടെ എങ്ങനെ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ, സിനിമകളൊക്കെ സാധാരണ രണ്ടാം ഭാഗം വരുമ്പോൾ വലിയൊരു ടാസ്ക് തന്നെയായിരിക്കും. എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. അത് എഴുതി ഞാൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ബ്ലാങ്ക് ഔട്ട് ആയിരുന്നു. പഠിച്ചോ, ഞാൻ എന്താ എഴുതിയത്, ഞാനത് മറിച്ച് നോക്കിയിട്ട് ഞാൻ പബ്ലിഷർ വിളിച്ച് പറഞ്ഞു, എനിക്ക് തോന്നുന്നില്ല ഇത് കറക്റ്റ് ആണോ, അല്ലെ കുറെ ചാപ്റ്റേഴ്സ് ഒന്നും കാണുന്നില്ല. അപ്പോൾ പറഞ്ഞ് ടെൻഷൻ അടിക്കണ്ട, 2 ദിവസം കഴിഞ്ഞ് അത് ഇറങ്ങി കഴിയുമ്പോൾ റെഡി ആയിക്കോളുന്നു. അപ്പൊ എനിക്ക് എത്രയായിട്ട് ലോജിക്ക് കിട്ടുന്നില്ല. ഇയാൾ ഈ കഥാപാത്രം ഇങ്ങനെ ഇവിടെ എത്തിയത്, ഇയാളെന്താ ഇവിടെ, ഇയാൾക്ക് എന്താ ഇവിടെ പരിപാടി എന്നൊക്കെ അങ്ങനെ ആലോചിക്കുക. അങ്ങനെ പബ്ലിഷ് ചെയ്തു. അത് DC നമ്മുടെ ഇതില്ലേ, കോഴിക്കോട് നടക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലേക്കാണ് സാധനം ലോഞ്ച് ആയത്. അതിന് ഞാനിങ്ങനെ അവിടെ പോയി ഇങ്ങനെ നിൽക്കുക, പഠിച്ചവനെ ഇതാരെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് വായിക്കണല്ലോ. അതിന് ഒരാള് ആദ്യത്തെ റിവ്യൂ അന്ന് രാത്രി തന്നെ വന്നു. ഫസ്റ്റ് ആള് റീഡ് വായിച്ച് ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുക. ആൾക്കാർ ആരെങ്കിലും, ഇത് സിനിമ ആണെങ്കിൽ നമുക്കൊരു 2 മണിക്കൂർ കൊണ്ട് റിവ്യൂ കിട്ടുമല്ലോ, ഇത് ഇരുന്ന് വായിച്ച് തീർക്കണ്ട. അതിന് ഫസ്റ്റ് ഒരു നൈറ്റ് കൊണ്ട് തന്നെ ഒരാൾ വായിച്ചിട്ട് ഗംഭീരാണെന്ന് പറഞ്ഞു. അപ്പോഴൊന്നും ഞാൻ സാറ്റിസ്ഫൈഡ് ആയില്ല. പിന്നെയും ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. 2-3 ഡേയ്സിനുള്ളിലാണ് ഒരു 10ഓളം റിവ്യൂ വന്നത്. അപ്പോഴാണ് സമാധാനമായത്. പഠിച്ചോന്ന് ഞാൻ എഴുതിയത് ഓക്കെ ആണല്ലോ എന്ന് ഞാൻ വിചാരിച്ച്, കൺഫ്യൂഷൻ ഉണ്ടാവുമോ, ലിങ്ക് മിസ്സായിട്ടുണ്ടാവുമോ എന്നൊക്കെ എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കരമായിട്ട് ആൾക്കാർ കരഞ്ഞും നിലവിളിച്ചും അട്ടഹസിച്ചും ഒക്കെ വിളിക്കാറുണ്ട് അത് വായിച്ചിട്ട്. അത്രയും ആൾക്കാരിൽ ഭയങ്കരമായിട്ട് റീച്ച് ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു. പക്ഷെ പൂർണ്ണാനന്ദ എഴുതുമ്പോൾ എനിക്ക് ഇതുപോലത്തെ സ്ട്രെസ് ഇല്ല. ഞാനിങ്ങനെ വളരെ ഫ്രീ ആയിട്ട് 5 വർഷം കൊണ്ട് എഴുതി തീർത്തതാ, ഒരു പണി വെറുതെ. പക്ഷെ ഇത് എന്ന് പറയുമ്പോൾ ഒരു റെസ്പോൺസിബിലിറ്റിയായി. അതിന് SK പൊറ്റക്കാട് അവാർഡ് കിട്ടലും മറ്റേ അവാർഡും ഇതൊക്കെ അവാർഡ്സും റെക്കഗ്നൈസേഷനും ഒക്കെ ആയ ശേഷം ഒരു സാധനം എഴുതുമ്പോൾ ആ ഒരു ഭയങ്കര ഒരു റെസ്പോൺസിബിലിറ്റിയാ. അതുവരെ എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അത് എഴുതിയിട്ട് പോയില്ലെങ്കിൽ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് തൃപ്തിപ്പെടുത്തണം. കാരണം ഓഡിയൻസിന് എക്സ്പെക്ടേഷൻ ഉണ്ട്. ആ ലെവലിൽ എഴുതുക എന്നുള്ളത് കുറച്ചൊരു ടാസ്ക് ആയി മാറിയിട്ടുണ്ട് ഇപ്പൊ തന്നെ അടുത്ത അവാർഡും കൂടി വന്നു. അപ്പൊ നമ്മുടെ സാഹിത്യ മേഖലയിൽ ഒരു പൊൻതൂവൽ കൂടി. അതെ, അറേബ്യൻ ലിറ്ററേച്ചറിന്റെ പിന്നെ ക്യാമൽ ഇന്റർനാഷണൽ അവാർഡ് അത് ഈ കഴിഞ്ഞ ദിവസമാണ് അനൗൺസ് ചെയ്തത്. താങ്ക് യു. അപ്പൊ അതിന്റെ ചടങ്ങുകളായിട്ട് ഞാൻ ദുബായിലേക്ക് പോവുകയാണ് വ്യാഴാഴ്ച. ഇപ്പോ ഇത്തരത്തിൽ ഒരുപാട് അവാർഡുകൾ ഇനിയും കിട്ടട്ടെ, സന്തോഷം. അതെ, കാരണം ഈ വലിയ വലിയ സിനിമാടന്മാരൊക്കെ പറയും പ്രേക്ഷകരുടെ ഇതാണ് എന്റെ അവാർഡ് എന്നൊക്കെ പറയില്ലേ. പക്ഷെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എനിക്ക് ഒരുപാട് അവാർഡ്സ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. കാരണം ഓരോരുത്തരും വിളിച്ചിട്ട് പേഴ്സണലായിട്ട് മണിക്കൂറുകളോളം കരഞ്ഞിട്ടും അല്ലാതെയൊക്കെ സംസാരിക്കാറുണ്ട്. അവരെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്, ഭയങ്കര മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, ഭയങ്കരമായിട്ട് അവരുടെ ഇമോഷൻസിനെ ഇതാക്കിയിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ടൈം SK പൊറ്റക്കാടിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ നാട്ടിലെ കോഴിക്കോട് ആനന്ദദായിനി എന്ന് പറഞ്ഞിട്ടുള്ള ലൈബ്രറിയിൽ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ഒരു പെൺകുട്ടി വന്നു. അവർ മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. എന്നെ കാണാൻ വേണ്ടി മാത്രം അത്രയും ദൂരം വന്നത്. അപ്പൊ ആ കുട്ടി പറഞ്ഞു, എനിക്ക് 2 വാക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു. എൻ്റെ സ്പീച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്ന് പറഞ്ഞു, ഞാൻ സൂയിസൈഡ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കും. ഒരു 18-20 വയസ്സൊക്കെ ഉണ്ടാവുള്ള കുട്ടിക്ക് സൂയിസൈഡ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്ക് അഗർത്ത എന്ന് പറഞ്ഞ പുസ്തകം കയ്യിൽ കിട്ടിയത്. അത് വായിച്ച ശേഷം ഞാൻ യാത്ര ചെയ്തു. എൻ്റെ മൈൻഡ് ടോട്ടലി ക്ലിയർ ആയി. ഞാൻ നന്ദി പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെയാണ് ജ്ഞാനപീഠത്തെക്കാളും വലിയ അവാർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മളെ കൊണ്ട്, നമ്മുടെ നമ്മുടെ അക്ഷരങ്ങൾ കൊണ്ട് ഒരാളുടെ ലൈഫ് മാറ്റി എഴുതാൻ പറ്റുമെന്ന് എനിക്ക് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുമല്ലോ, അയ്യോ ഞാൻ എഴുതിയതല്ലേ ഇതിനെന്തെങ്കിലും. പക്ഷെ ആൾക്കാരുടെ ഇടയിൽ അത്രയും ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. ഒരുപാട് ആൾക്കാർ അങ്ങനെ വിളിക്കാറുണ്ട് പല ക്രിട്ടിക്കൽ സിറ്റുവേഷനിലൂടെ പോയ സമയത്ത്. കാരണം ഞാൻ അഗർത്ത എഴുതിയ സമയത്ത് ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, ഇത് വായിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് അവരുടെ ആ ഒരു സ്ട്രെസ് എന്നൊക്കെ ഒരു റിലീഫ് കിട്ടണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇത് എഴുതിയ സമയത്ത്. പൂർണ്ണാനന്ദ എഴുതിയ സമയത്ത് ഒന്നും വിചാരിക്കാതെയാണ് അത് അത്രയും വലിയൊരു ഹിറ്റായത്. പൂർണ്ണാനന്ദ ഒരു കാശിയുടെ അന്തരീക്ഷത്തിലാണ്, പക്ഷെ അഗർത്ത അതിൽ കാശ്മീർ, ലഡാക്ക്, ബദ്രിനാഥ്, കേദാർനാഥ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇന്ത്യയുടെ ഞാനൊരു ട്രാവലോഗ് എഴുതുന്നത് പോലെ തന്നെ സത്യം പറഞ്ഞ നോവൽ
പോലെ എഴുതുക, സഞ്ചരിക്കാൻ. അപ്പൊ ആൾക്കാർ എന്നെ അധികം പറയും ഞങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത പ്രദേശങ്ങളും ആചാരങ്ങളും ഒക്കെ എന്റെ പുസ്തകത്തിൽ വായിക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ അതിനെ ഹൈലൈറ്റ് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം ഇനി അങ്ങോട്ടും. ഇതുപോലുള്ള പലതരം റിച്വൽസ് സാറിന്റെ എഴുത്തുകളിലൂടെ തന്നെ ലോകം അറിഞ്ഞു തുടങ്ങി. അതെ, അത് പുസ്തകത്തിലില്ലാത്ത ഞാൻ എന്റെ റീലുകളിലിടും. അതിന്റെ റെസ്പോൺസ് അപ്പൊ തന്നെ കിട്ടുകയും ചെയ്യും. ലാസ്റ്റ് ഇപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്തത് രാജസ്ഥാനിലുള്ള ഒരു സംഭവമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ രജപുത്ര. അവര് അത്രയും ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്. അതായത് രജപുത്ര അല്ലെങ്കിൽ ആ ഒരു പാരമ്പര്യത്തിൽ വരുന്ന ആൾക്കാരെന്ന് വെച്ചാല് ഭയങ്കര ഓർത്തഡോക്സ് ബിലീഫാണ് അവർക്ക്. ഭയങ്കരമായിട്ട് അവർ ആ ഒരു സ്ത്രീത്വത്തിന്റെ ഇന്റഗ്രിറ്റി ഒക്കെ, കാരണം അവർ ജോഹർ അനുഷ്ഠിച്ച ആൾക്കാരാണ്. പിന്നെ റാണി പത്മാവതിനെ ഖിൽജി കൊണ്ടുപോവാണെന്ന് കേട്ട സമയത്ത് അവരെല്ലാരും കൂടിയാണ് ആത്മഹത്യ ചെയ്തത്. ജോഹർ എന്ന് പറഞ്ഞിട്ടുള്ള ആ സിസ്റ്റം അനുഷ്ഠിച്ച ആൾക്കാരാണ്. അപ്പൊ അവര് എപ്പോഴും ഈ ഇത്രയും ഫേസ് ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് അവർ നടക്കുക. അവരുടെ ഫേസ് നമുക്ക് ആർക്കും കാണാൻ പറ്റൂല. അങ്ങനെയുള്ള കൾച്ചർ ഫോളോ ചെയ്യുന്ന ആള് ഇത്രയും ആൾക്കാർ പുരുഷന്മാരുടെ ഇടയിൽ വെച്ചിട്ട് ഒരു 10-35 വയസ്സുള്ള ഒരു പുരുഷന് മുലയൂട്ടുക എന്ന് പറഞ്ഞത് ഒരിക്കലും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പൊ പലരും കമന്റ് ബോക്സിൽ എടാ നിനക്ക് എന്താ ഉൾക്കൊള്ളാൻ പറ്റുക, അത് അമ്മയും മകനുമാണ്. അമ്മയും മകനാണ് 35 വയസ്സ്, അത് 35ാമത്തെ വയസ്സിലാണോ പാല് കൊടുക്കുക? ഞാൻ ചോദിച്ചു നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെയാണോ, ഇത്രയും വയസ്സായിട്ടാണോ പാല് കൊടുക്കുക? അപ്പൊ അവര് അത് പറയുന്നത് നീ എന്റെ മകൻ തന്നെ, നീ കല്യാണം കഴിച്ച വേറൊരു പെണ്ണിനെ കൊണ്ടുവന്നാലും ഞാൻ നിന്റെ അമ്മയാണ്, ആ സ്ഥാനം എനിക്ക് എപ്പോഴും ഉണ്ടാവണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വരൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ഈ സ്ത്രീ മുലയൂട്ടേണ്ടത്. അപ്പോ അതൊക്കെ എനിക്കൊരു ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള ഒരു ഇതായിട്ടാണ് തോന്നിയത്. പക്ഷെ ആൾക്കാർ അതിനെ ന്യായീകരിച്ചുകൊണ്ട് അവർക്കൊരു മീൻസ് സ്വന്തം വീട്ടിൽ ചിന്തിച്ചു നോക്കാൻ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ മറ്റെന്തിനോ വേണ്ടിയിട്ട് വെറുതെ അതെ എസ്പെഷ്യലി ഞാനൊരു മുസ്ലിം, അതാണ് അതിന്റെ മെയിൻ റീസൺ. അതെ. അപ്പോ നമ്മളിപ്പോ പുതിയ പുസ്തകം അല്ലെ, ദായമ്മക്കയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ദായമ്മക്കയാണ് ഇപ്പൊ എഴുതി കംപ്ലീറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ഒരു ഇരട്ടി മധുരം എന്ന് പറഞ്ഞാല് ഒരേ സമയം സിനിമയാവുന്നു, പുസ്തകം ഇറങ്ങുന്നു, ഒരേ സമയമാണ് ഇതിന്റെ അനൗൺസ്മെന്റ്സ് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്, അതിനാണ് ഇപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊച്ചിയിൽ വരുന്നതും അതിന്റെ ഡിസ്കഷനായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കരമായിട്ട് എന്താ പറയാ, ഇതുവരെ മലയാളത്തിൽ ആരും പറയാത്തൊരു സബ്ജക്ട് എന്ന് എനിക്ക് 100% പറയാൻ പറ്റുന്ന ഒരു സാധനമാണ്. കാരണം അഗർത്തയും പൂർണ്ണാനന്ദൊക്കെ ആണെങ്കിൽ പലരും പല ഫിലോസഫിക്കൽ റൈറ്റിംഗ്സ് പലരും എഴുതിയിട്ടുണ്ട്. പലരും ഇതിനേക്കാൾ എത്രയോ മനോഹരമായിട്ടുള്ള രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ സാധനം ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. ഈ ഒരു ടേം തന്നെ ആരും അധികം കേട്ടിട്ടില്ല. ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് അറിയാന്നല്ലാതെ പുറത്തുള്ള ആൾക്കാർക്കൊന്നും ദായമ്മക്കൈ എന്ന് പറഞ്ഞാൽ പോലും എന്താണെന്ന് അറിയാത്ത കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാനത് എഴുതുന്നത്. നമ്മൾ കഴിഞ്ഞ ഇന്റർവ്യൂല് ദായമ്മൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായി. എന്നാലും നമ്മുടെ പുതിയ പ്രേക്ഷകർക്ക് വേണ്ടി ഞാന് 17ാമത്തെ വയസ്സിലാണ് നാട് വിട്ടുപോയ ഞാൻ പറഞ്ഞിട്ടായിരുന്നില്ലേ, ആ സമയത്താണ് ഞങ്ങള് പിന്നെ കിടക്കാനൊന്നും സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ രണ്ടും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു ചെന്നൈ പ്രാന്ത പ്രദേശങ്ങളിലൂടെ. അപ്പോ ഞങ്ങൾ ഈ ബെഗേഴ്സിന്റെ ഇടയിലൂടെ ഒക്കെ പോയി കിടക്കായിരുന്നു. അപ്പൊ കാരണം അവർക്ക് യൂണിയനുള്ള കാര്യം നമുക്കറിയില്ല. അപ്പൊ ആ സ്പേസ് അവരുടേതാണെന്ന് നമുക്കറിയില്ല. ഒരു കുട്ടി എണീറ്റ സമയത്ത് ഒരു സ്ത്രീ ഇങ്ങനെ എണീറ്റപ്പോ 2-3 പുതിയ ആൾക്കാർ ഇവിടെ കിടക്കുന്നത് കണ്ടപ്പോ അയാള് ബെൽറ്റ് ഊരി ഞങ്ങൾ അടിച്ചു. അങ്ങനെ ആ സ്ഥലം കയ്യേറി. അപ്പൊ ഞങ്ങൾക്ക് വേറെ എവിടെ കിടക്കാൻ സ്ഥലമില്ല. ഞങ്ങൾ ആ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിന്റെ സൈഡിലായിരുന്നു കിടന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ നടന്ന് അവസാനം ഒരു ഒരു കോളനി പോലത്തെ സ്ഥലത്തെത്തി. അപ്പൊ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് 2-3 ഹിജഡ കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാർ ഇങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു. അപ്പൊ അവരെന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചൊക്കെ ഇങ്ങനെ വരുന്ന സമയത്താണ് ഞങ്ങളിങ്ങനെ കാണുന്നത്. ഞങ്ങൾ കാണുന്നത് 17 വയസ്സേ ഉള്ളന്ന്. ഇന്ന് ഇത്ര സൗന്ദര്യം ഉണ്ടെങ്കിൽ അന്ന് എത്ര ഉണ്ടോ ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോ അങ്ങനെ നിൽക്കുന്ന 2 ആൾക്കാരെ കണ്ട സമയത്ത് അവര് ഒന്ന് ചോദിച്ചു എന്താ ഇവിടെയെന്ന് ചോദിച്ചപ്പോ ഞങ്ങളിങ്ങനെ സ്പോട്ടിൽ ഇങ്ങനെ കള്ളങ്ങൾ ഇങ്ങനെ നിർമ്മിക്കുകയായിരുന്നു. എന്തായത് ആരും പിടിക്കരുതല്ലോ നമ്മളെ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ അങ്കിള് ഞങ്ങളെ റിസീവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അന്ന് ഫോണൊന്നും ഇല്ലല്ലോ, മൊബൈൽ ഫോണൊന്നുമില്ല. അപ്പോ ഇവിടെ വരാന്ന് പറഞ്ഞു. പക്ഷെ വന്നില്ല, ലേറ്റ് ആയി. അന്ന് എന്തൊക്കെയോ കള്ളങ്ങൾ, ഇന്നസെന്റ് ആയിട്ടുള്ള കുറെ കള്ളങ്ങളൊക്കെ പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഇങ്ങനെ ഇവിടെ നിൽക്കരുത്, പോലീസ് കൊണ്ടുപോകും, ഒരു കാര്യം ഞങ്ങളെ കൂടെ വരൂ എന്ന് പറഞ്ഞു. അപ്പോ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി എന്നായിട്ടുണ്ടായിരുന്നു. ഭയങ്കര ക്ഷീണവും വിശപ്പും അതൊക്കെ കൂടി ഉള്ളപ്പോൾ ആര് വിളിച്ചാലും അങ്ങ് പോവായിരുന്നു അന്നൊക്കെ. അങ്ങനെ
അവരുടെ അപ്പൊ കൂടെ ഉള്ള പെണ്ണ് പറഞ്ഞു ഡി അങ്ങ് ചടങ്ങ് നടക്ക പോറേ എന്തോ ഒന്ന് പറഞ്ഞു അവരോട്, കൊണ്ടുപോകാൻ പറ്റൂലെന്ന്. അപ്പോ അവർ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് അപ്പുറത്തെ വീട്ടിൽ കിടത്താന്ന്. അങ്ങനെ ഞാൻ എന്തൊക്കെ ഒരു പേടിയുണ്ട്. റഫീഖ് എന്റെ കൂടെ റഫീഖ്, ഞാൻ റഫീഖ് എങ്ങോട്ടേക്ക് കൊണ്ടുപോകാനല്ല പോവാന്ന് പറഞ്ഞു. അങ്ങനെ അവരെ വീട്ടിലെത്തി ചെറിയ ചെറിയ ഓല കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ ചെറിയ വീടുകളാണ്. ചെറിയ ഒരു ക്യൂബിക്കിൾ പോലത്തെ ഒരു വീട്, അതിനോട് ചേർന്നൊരു വീട്. അത് ഹിജഡ കോളനിയാണ്, അവിടെ ഹിജഡകൾ മാത്രമാണ് താമസിക്കുക. അങ്ങനെ ഞങ്ങളെ ഒരു വീട്ടില് ഇങ്ങനെ നിർത്തിയിട്ട് പറഞ്ഞു ഇനി വെളിയിലേക്ക് വരരുത്, ഇവിടെ ചടങ്ങ് നടക്കാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പോ വെളിയിലേക്ക് വരരുത് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് വെളിയില് അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ഈ ചടങ്ങ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞു അത് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, അത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ചടങ്ങാണ്, അത് കണ്ടാൽ നിങ്ങൾക്ക് ഭ്രാന്തായി പോകുന്നു പറഞ്ഞു, അതുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങിയേ ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോഴും നമുക്ക് കൗതുകം കൂടുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തെങ്കിലും ഒരു എന്താ കാണാനുള്ള വലിയൊരു ക്യൂരിയോസിറ്റി ഉണ്ടാണ്. അവർ പറഞ്ഞു വെളുപ്പിനാണ് ചടങ്ങ് നടക്കുക, ഇപ്പൊ നല്ല ഇതുണ്ടെങ്കിൽ മാത്രം. പക്ഷെ അപ്പോഴും അവർ പറയുന്നത് വേണ്ട പറ്റൂല എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ കാണണ്ട. ഞാൻ അത് വിചാരിച്ചിട്ട് ഇങ്ങനെ റഫീഖിന് വന്നപ്പോ കിടന്നപ്പോ തന്നെ എന്നെ ഉറക്കം വന്നു. അങ്ങനെ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാല് അപ്പൊ തന്നെ നമ്മളെ വീടിന്റെ സൈഡിൽ നമുക്ക് കേൾക്കുന്നുണ്ട് ഇങ്ങനെ ആരോ ഇങ്ങനെ കുഴി കുത്തുന്ന സൗണ്ട് ഇങ്ങനെ വീടിന്റെ പുറകിൽ നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്തെങ്കിലും നമ്മളെ കുഴിച്ചിട്ടാണെന്നല്ലേ കേൾക്കുന്നത്. അപ്പൊ നോക്കുന്ന സമയത്ത് വലിയൊരു ഖബർ പോലത്തെ ഒരു കുഴി ഇങ്ങനെ വെട്ടി വെക്കുക. അപ്പൊ അതൊരു പിന്നെ ഓൾമോസ്റ്റ് ഫിനിഷിംഗ് സ്റ്റേജിലായിട്ടുണ്ട്. വലിയ ഒരു പെട്രോൾ മാക്സ് ഒക്കെ കത്തിച്ച് വെച്ചിട്ട് ഏകദേശം കുഴി എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന സമയമായപ്പോഴേക്കും. അങ്ങനെ പിന്നെ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ലാസ്റ്റ് പോർഷൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ അതിന് മുമ്പുള്ള ചടങ്ങുകൾ പിന്നീടാണ് ഞാൻ അറിയുന്നത്. അതായത് ഈ ദായമ്മക്കൈ നടക്കുന്നതിന് മുമ്പായിട്ട് ഈ പറഞ്ഞ ദായമ്മ എന്ന് പറഞ്ഞ ആള് അവരുടെ തലമുടിയിൽ നിന്ന് ഒരു 14 ഇഴ പിഴുതിട്ട് അതിങ്ങനെ ഒരു കയറാക്കിയിട്ട് ആ പുരുഷന്റെ ലിംഗവും വൃഷണവും ഇങ്ങനെ ചേർത്ത് മുറുക്കി കെട്ടി ആ റൂമിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഒരു വേളിങ് ഒരു ഇങ്ങനെ ആ ഒരു ട്രാൻസ് മൂവ്മെന്റിൽ അവരിങ്ങനെ നടക്കും. ജയ് സന്തോഷി മാത, ജയ് എല്ലമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നിട്ട് ഫൈനലി ആ ബ്ലഡ് ഇങ്ങനെ ക്ലോട്ട് ആയിട്ട് ബ്ലാക്ക് കളർ ആവുന്ന സമയത്താണ് ഈ ചടങ്ങ് നടക്കുക. അപ്പോൾ അവിടെ മുതൽക്കാണ് ഞാൻ കാണുന്നത്. അതായത് ഒരു സ്ഥലത്ത് വെളിച്ചെണ്ണ തിളപ്പിക്കുന്നുണ്ട് ചെറിയ കല്ലെടുപ്പില്, ഒരു സ്ഥലത്ത് ഒരു കത്തി ഇങ്ങനെ മൂർച്ച കൂട്ടി പഴുപ്പിച്ചിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. അങ്ങനെ ആ സമയമായപ്പോഴേക്കും ഇവര് ആളെ കൂട്ടിക്കൊണ്ടുവന്നു മൊത്തം മഞ്ഞളും വേപ്പും ഒക്കെ തേച്ച് കുളിപ്പിച്ചിട്ട് ആളെ ഇങ്ങനെ കംപ്ലീറ്റ് ന്യൂഡാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. എന്നിട്ട് അയാളുടെ മുഖത്തും ഇതൊക്കെ രോമങ്ങളുണ്ട്, മീൻസ് ട്രാൻസ്ജെൻഡർ പോവാണ്. പക്ഷെ അതുകൊണ്ട് അവര് ഒന്നും അടിക്കാൻ പാടില്ല, ഫുള്ളും ഇത് രോമങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് അവരവിടെ ഇരിക്കും. പുറകുന്ന ഒരു സ്ത്രീ ഇങ്ങനെ കാലിങ്ങനെ മുട്ടിങ്ങനെ വെച്ചിട്ട് അവരിങ്ങനെ കിടത്തും. ആ കാലിൽ അവരിങ്ങനെ മലർന്ന് കിടക്കണം. മുമ്പിലത്തെ സ്ത്രീ കാല് രണ്ടും ഇങ്ങനെ വെക്കും. എന്നിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങൾ ഇങ്ങനെ ചൊല്ലിയിട്ട് സമയമാവുന്ന സമയത്ത് സമയമായെന്ന് അറിയുന്ന സമയത്ത് ആ വെളിച്ചെണ്ണ അതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കുക ചെയ്യുക. ഒഴിക്കുന്ന സമയത്ത് തന്നെ ഭയങ്കര അലർച്ചയായിരിക്കും, നമുക്ക് പേടിയാവും. ആ സമയത്ത് തന്നെ അവർ കത്തി കൊണ്ട് അത് ലിംഗം മുറിച്ച് മാറ്റും. ആ മുറിച്ച് മാറ്റുന്ന സമയത്ത് ഇങ്ങനെ സ്പ്രേ അടിക്കുന്ന പോലെ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ തെറിച്ച് അവർ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ മേത്തൊക്കെ ആവും. അപ്പൊ അവരത് പൊത്തിയെടുത്തിട്ട് ഇവരുടെ മേത്തും കയ്യിലും കാലിലും ഒക്കെ തേച്ച് പിടിപ്പിക്കും. അങ്ങനെ വായിങ്ങനെ പൊത്തി പിടിക്കും, സൗണ്ട് അധികം പുറത്തേക്ക് വെക്കാതിരിക്കാൻ. എന്നിട്ട് അവരെ പിടിച്ചിട്ട് ആ റൂമിന്റെ സൈഡിലുള്ള ഒരു മൂലയിലേക്ക് കൊണ്ടുപോയി കിടത്തും. ഇതാണ് ദായമ്മക്കൈ എന്ന് പറഞ്ഞ ചടങ്ങ്. ഇനിയിപ്പോ രാവിലെ അവർ മരിച്ചാല് ആ കുഴി ഉണ്ടല്ലോ, ആ കുഴിയിലിട്ട് അവർ മൂടുക ചെയ്യുക. ഇനി അത് ജീവനോടെ ജീവിക്കുകയാണെങ്കിൽ മുറിച്ചെടുത്ത സാധനം മാത്രം അതിലിട്ട് മൂടുക. ഇതാണ് ദായമ്മക്കൈ. അപ്പൊ ഈ ഒരു ചടങ്ങ് എനിക്ക് തോന്നുന്നു ഈ നൂറ്റാണ്ടിൽ ഇനി നടക്കുവോ എന്ന് എനിക്കറിയില്ല. കാരണം അത്രയും പ്രിമിറ്റീവ് ആയിട്ടുള്ള ഞാൻ ഇത് കാണുന്നത് ഇന്നേക്കൊരു 2004 ഞാൻ കണ്ടത്. ഇപ്പൊ 20 years കഴിഞ്ഞില്ലേ, 20 വർഷം മുമ്പാണ് ഈ ഒരു ചടങ്ങ് നടന്നിട്ടുള്ളത്. അത് എനിക്ക് നൂറ്റാണ്ടിലെ അവസാനത്തെ ദായമ്മക്കൈയാണോ അതെന്ന് പോലും എനിക്കറിയില്ല. കാരണം ഇപ്പൊ ആധുനികമായിട്ടുള്ള സർജറീസും കാര്യങ്ങളൊക്കെ വന്നു. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ കൊച്ചിയിൽ തന്നെ എത്ര ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്, അവരെ കണ്ടാൽ പോലും നമുക്ക് മനസ്സിലാവില്ല ഒറിജിനൽ ആണോ ഇതാണോ എന്നൊന്നും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ദായമ്മക്കൈ എഴുതാനായിട്ട് പ്രചോദനമായിട്ട് വന്നത് അന്നത്തെ ഇൻസിഡന്റ് ആണ്. പക്ഷെ അതിന് ശേഷം ഞാൻ ഇതിന്റെ പുറകിൽ ഇങ്ങനെ കുറെ നടന്നു ഈ ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന കേരളത്തിൽ കാണുന്ന ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ അല്ല
പുറത്തേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഗുജറാത്തില് ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ കൂടെ ഒരു 70-75 ദിവസം താമസിച്ചിട്ടുണ്ട്. ലോക്ക്ഡൌണിൽ പെട്ടിട്ട് അവരുടെ ഒരു വർക്ക് പ്ലേസിലായിരുന്നു ഞാൻ 75 ദിവസത്തോളം താമസിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചകളുണ്ട്. അതുപോലെ തന്നെ മംഗളമുഖി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് കർണാടകയിലൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. പിന്നെ മർലാടികൾ എന്ന് പറഞ്ഞിട്ടൊരു കമ്മ്യൂണിറ്റി. അങ്ങനെ കുറേ സാധനമുണ്ട്. പിന്നെ ഈ ട്രാൻസ്ജെൻഡേഴ്സ് തന്നെ കോത്തികള്, ഹിജടകള്, മംഗളമുഖികള്, മർലാടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരുടെയും ആചാരങ്ങളും ഇതൊക്കെ ഡൈവേഴ്സ് ആണ്. അപ്പോ അവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവർക്ക് അവരുടെ ലോബി ഉണ്ട്, വലിയൊരു ലോബിയാണ്. നമ്മുടെ ഇവിടുത്തെ എന്താ പറയാ ജന്മികൾ എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു ലോബിയിങ് സിസ്റ്റം ഇതിലുണ്ട് എന്നുള്ളത് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ ഒരു വെൽ സെറ്റിൽഡ് ഫാമിലിയിലുള്ള ഒരാളുടെ അസറ്റിനേക്കാളും കൂടുതൽ ഉണ്ടാവും ഒരു ഹിജഡ കമ്മ്യൂണിറ്റിയിലെ ഒരു നായിക്കിന്റെ കയ്യിൽ. അത്രയ്ക്കും ഹെവി റിച്ചസ്. അതായത് തമിഴ്നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ 100-200 പവനൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഹിജഡകളുണ്ട്. അതായത് നമ്മൾ പറയാം, നമ്മൾ ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് ഇവർ വരും, ഭയങ്കരമായിട്ട് നമ്മൾ ടോർച്ചർ ചെയ്യും. ഒരു 10 രൂപ കിട്ടാനോ 100 രൂപ കിട്ടാനോ വേണ്ട കൈ അടിച്ചിട്ട്. അത് എന്തിനാന്ന് വെച്ചാൽ ഇവർക്ക് ഈ പൈസ കൊണ്ടുപോയിട്ട് അവരുടെ ഗുരുവിന് കൊടുക്കണം. ഗുരു അതിന്റെ ഒരു ഷെയർ പിന്നെ കൽനായിക്കിന് കൊടുക്കണം, കൽനായിക്ക് അതിന്റെ ഒരു ഷെയർ നായിക്കിന് കൊടുക്കണം. അങ്ങനെ പറഞ്ഞ ഒരു ഹൈറാർക്കിൽ പാറ്റേൺ ഉണ്ട്. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇവർക്ക് സർജറി ചെയ്ത് കൊടുക്കാനും ഇവരുടെ വീട്ടുവാടക ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇത് വാങ്ങിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു ഡിസൈപ്പിൾ മിനിമം 5000 to 10000 രൂപ കൊണ്ട് കൊടുക്കണം അവിടെ. അപ്പോൾ ആൾക്കൊരു 20 കുട്ടികൾ ഉണ്ടെങ്കിൽ ഒരു ദിവസം 20 × 10000 അത്രയും രൂപയാണ്, 2 ലക്ഷം രൂപയ്ക്കാണ് ഒരു ദിവസം അവർക്ക് വരുമാനമായിട്ട് കിട്ടുന്നത്. അപ്പൊ ഇതിൽ അത്രയും വലിയൊരു ബിസിനസ് പാർട്ട് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവിടെ ആ സിസ്റ്റം അല്ല. ഇവിടെ ഇങ്ങനെ ഹിജഡ ഹൈറാർക്കി സിസ്റ്റം ഫോളോ ചെയ്യുന്നില്ല. ഇവിടെ എല്ലാവരും ഇൻഡിവിജ്വൽ ആണ്. ഓരോരുത്തരും മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്, മോഡലിങ്ങിന് പോകുന്നുണ്ട്, സെക്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ അവനവന്റെ ഇൻഡിവിജ്വൽ ചോയ്സസ് ആയിട്ടാണ് കേരളത്തിൽ നടക്കുന്നത്. പക്ഷെ പുറത്തേക്ക് സമയത്ത് ഭയങ്കര ഭീകരമാണ് അതിന്റെ അവസ്ഥ. എന്നുവെച്ചാല് അവർ ഈ മേർഡേഴ്സ് വരെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതായത് ക്രിസ്ത്യൻ സെമിട്രിയില് സ്ലാബ്സ് ഉണ്ടാവുമല്ലോ, കൊന്നിട്ട് ആ സ്ലാബ് പൊക്കി അതിൻ്റെ ഉള്ളിൽ ബോഡി ആരും അറിയില്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ. പിന്നെ ഈ ഗുണ്ടായിസം ഇതൊക്കെ ഇവരുടെ കയ്യിലുണ്ടാവും. അപ്പൊ അവർക്ക് പൊളിറ്റീഷ്യൻസിന് വരെ ഇവരെ ഭയങ്കര പേടിയും ഇവർക്ക് ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ പവറും ഉണ്ട് പുറത്ത്. അവരെ ആർക്കും അങ്ങനെ അപ്രോച്ച് ചെയ്യാനോ നേരിട്ട് തൊടാനോ ഭീഷണിപ്പെടുത്താനോ ഒന്നും പറ്റില്ല. അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് പുറത്തേക്കുള്ളത്. അപ്പൊ ഗവൺമെന്റ് ഇതിന് സപ്പോർട്ട് ചെയ്യുകയാണോ ചെയ്യുന്നത്? പോലീസുകാർക്ക് കിട്ടുന്നുണ്ട് ഷെയർ, പൊളിറ്റീഷ്യൻസിന് കിട്ടുന്നുണ്ട് ഷെയർ. പിന്നെ ഇപ്പം എന്താ, എല്ലാം മണിയാണല്ലോ മാറ്റേഴ്സ്. കാരണം ഇത്രയും വലിയൊരു എമൗണ്ട് ആണ് ഒരു ദിവസം ഇവരുടെ കയ്യിൽ. അപ്പോൾ ഒരു മാസമാകുമ്പോഴേക്ക് എത്ര കോടികളുടെ ഈ ഒരു ഇടപാട് ഇതിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അത് ആരും മനസ്സിലാക്കുക. കാരണം ഇത് അപ്പോൾ ഈ ഫ്രോഡുകൾ അല്ലാത്ത ആൾക്കാരൊക്കെ വന്നു ചേരും അതിലേക്ക്. ഒറിജിനലി ഉള്ള ആൾക്കാരല്ല ഞാൻ പറയുന്നത്. ഇതുപോലത്തെ ഫ്രോഡ് ഗെയിംസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു താവളമായിട്ട് ഇങ്ങനെ ഈ കമ്മ്യൂണിറ്റി മാറിക്കൊണ്ടിരിക്കുന്നതും ഞാൻ ഇതിലൂടെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അവരുടെ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ സാറിനോടുള്ള സമീപനം എങ്ങനെയുള്ളതായിരുന്നു? ആ കമ്മ്യൂണിറ്റിയിൽ ഉള്ളിലേക്ക് ഇറങ്ങി പോകുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. നമ്മളിപ്പോ ഒരു എന്താ പറയാ, പുറത്തുനിന്ന് നോക്കി കാണുന്ന ആൾക്കാര് വളരെ സ്മൂത്ത് ഫങ്ഷനിങ് ആയിട്ടുള്ള ഇതേ നമ്മൾ കാണുള്ളൂ. പാവം അവര് 10 രൂപയ്ക്ക് വേണ്ടിയിട്ട് കൈകൂട്ടി ബദായി നടത്തുന്നു, ദന്തയ്ക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ സെക്സ് വർക്കിനും അങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കി ജീവിക്കുന്ന പാവങ്ങൾ എന്നുള്ളതാണ് നമ്മൾ പൊതുവെ കാണുക, പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുക. പക്ഷെ അവരുടെയൊക്കെ ടോപ്പ് ലെവൽ അതോറിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു മിനിസ്റ്ററിന്റെ ഒക്കെ പവറിലുള്ള ആള് തന്നെയാണ് അവിടെ ഉള്ളത്. അത്രയും സ്ട്രെങ്ത്തും അവരുടെ കമാൻഡിങ് പവർ ഉള്ള മനുഷ്യന്മാരുണ്ട് അവിടെ. ഓക്കെ സാർ, ഇപ്പോ KT ജലീലിന്റെയും TK ഹംസയുടെയും വളരെ വിവാദമായിട്ടുള്ള ഒരു പ്രസ്താവന ഉണ്ടായിട്ടുണ്ടല്ലോ. ലഹരി ഉപയോഗം, അതേപോലെ സ്വർണ്ണക്കടത്ത്, ഹലാല പണമിടപാട്, ഇതൊക്കെ ഒരു പ്രത്യേക മതവിഭാഗങ്ങൾ ആണ് 90% ഇത് ചെയ്തു വരുന്നത്. അതേപോലെ ഉംറയ്ക്ക് പോകുമ്പോഴായാലും മക്കയിലേക്ക് പോകുമ്പോഴായാലും ഈ മതഗ്രന്ഥങ്ങളിൽ ഒളിച്ചു വെച്ചാണ് ഇത് കടത്തിക്കൊണ്ടു പോകുന്നത്. ആ പ്രസ്താവനയോട് സർ എങ്ങനെയാണ് പ്രതികരിക്കുക? പൂർണ്ണമായിട്ടും നിഷേധിക്കാൻ പറ്റില്ല. അതായത് ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ കരിപ്പൂരിലുള്ള ഒരു ദിവസത്തെ ഗോൾഡ് സ്മഗ്ലിംഗ് കേസസിന്റെ ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ അതിലുണ്ടാവും പ്രധാനമായിട്ടും ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള മെജോറിറ്റി പോപ്പുലേഷൻ മുസ്ലിങ്ങളാണ്. അതുകൊണ്ടായിരിക്കാം
ഒരുപാട് കേസുകളിൽ വരുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ എന്റെ ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഞങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ താമരശ്ശേരി ആ ഭാഗത്തു നിന്ന്, അപ്പൊ താമരശ്ശേരി തന്നെ ഇപ്പം 2 or 3 ലഹരി കൊലപാതകങ്ങൾ നടന്നു. ഒരാൾ ഉമ്മയെ വെട്ടിക്കൊന്നൊരു കേസ് ഉണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വൈഫിനെ വെട്ടിക്കൊന്നു ലഹരി യൂസ് ചെയ്തിട്ട്. അതിന്റെ തൊട്ടിപ്പുറത്താണ് നമ്മുടെ ഷഹബാസിന്റെ കൊലപാതകം ഉണ്ടായത്. പിന്നെ അത് പിന്നെ ലഹരി എന്നല്ല, പക്ഷെ ഇങ്ങനത്തെ ക്രൈം ഒക്കെ ഇങ്ങനെ വർദ്ധിച്ചപ്പോൾ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിലൊക്കെ മുസ്ലിങ്ങളാണ് ഞങ്ങളിങ്ങനെ എന്റെ ഫ്രണ്ട് മുസ്ലിമാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ അപ്പോൾ പറഞ്ഞു നമ്മളെ മദ്രസയിൽ നിന്ന് പിന്നെ 1ാം ക്ലാസ് മുതൽ മിനിമം 7ാം ക്ലാസ് വരെ മദ്രസയിൽ പോകുന്നുണ്ട്. അവിടെ പോകുന്ന സമയത്തൊക്കെ ഉമ്മയെ നോക്കണം, അല്ലെങ്കിൽ പിന്നെ വാപ്പയെ നോക്കണം, സമൂഹത്തിന് നല്ലത് ചെയ്യണം, മറ്റുള്ളവരെ ഇതാക്കാൻ പാടില്ല, ഉപദ്രവിക്കാൻ പാടില്ല, കള്ളം പറയാൻ പാടില്ല, ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഹിന്ദുക്കൾക്ക് ഇതുപോലത്തെ ക്ലാസ്സസ് ഒന്നും കിട്ടുന്നില്ല. ക്രിസ്ത്യൻസിനാണെങ്കിൽ സൺഡേ ക്ലാസ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് 7 ദിവസം അല്ലെ 6 ദിവസം വെള്ളിയാഴ്ച ഒഴികെ എല്ലാ ദിവസവും ക്ലാസ്സും ഉത്ബോധനങ്ങളും വയലുകളും പ്രഭാഷണങ്ങളും കേൾക്കുന്നുണ്ട്. എന്നിട്ട് എന്താ മനുഷ്യൻ നന്നാത്ത ഞങ്ങൾ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഇദ്ദേഹം പറഞ്ഞതില് പിന്നെ ഒരു എൻറ്റയർ കമ്മ്യൂണിറ്റിയെ നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാനും പറ്റില്ല. ഈ പറഞ്ഞ പോലെ ഒരു നമ്മൾ കേസസ് ആണല്ലോ നമ്മൾ എടുക്കുന്നത്, എക്സെപ്ഷണൽ കേസസ്. പക്ഷേ അപ്പോൾ അത് മക്കത്ത് പോകുന്ന എല്ലാവരും ഇതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുവരുന്ന എല്ലാവരും ഇങ്ങനെ സ്മഗിൾ ചെയ്തിട്ട് അന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഉണ്ട്, ഇല്ലാന്നും പറയാൻ പറ്റില്ല. ഈ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാരിലും പിന്നെ ജനറലൈസ് ആയിട്ട് പറയാൻ പാടില്ല, ചീത്ത മനുഷ്യർ എന്ന് പറയുന്നത് എല്ലാ മതത്തിലും ഉണ്ട്. ഹിന്ദുവിലും മുസ്ലിമിലും ക്രിസ്ത്യാനിയിലും ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അത് എനിക്കൊന്നും ഒരു കമ്മ്യൂണിറ്റി വൈസ് നമുക്കത് ഒരിക്കലും ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഓരോ മതത്തിലെയും ഇങ്ങനെയുള്ള പുഴുക്കുത്തുകൾ ഉണ്ട് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാ മതത്തിലും ഉണ്ട്. അപ്പൊ ഒരു സന്യാസി എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും നമ്മൾ ആ എൻറ്റയർ പോപ്പുലേഷനാണ് നമ്മൾ പറയുന്നത് സന്യാസിമാരൊക്കെ ഇങ്ങനെയാണെന്ന്. ഒരു മുസ്ലിയാർ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ എൻറ്റയർ കമ്മ്യൂണിറ്റിയെ പറയും ഓക്കെ ഇയാൾ ഇങ്ങനെയാണ്, ഇയാൾ ഇങ്ങനെയാണ്. നെഗറ്റീവ് ഭയങ്കര പെട്ടെന്ന് നമുക്കത് കണ്ടെത്താനും അതിനെ നമുക്ക് ഭയങ്കരമായിട്ട് ആഘോഷിക്കാനും പറ്റും. പക്ഷെ ഒരാള് ഒരു നല്ല കാര്യം ചെയ്താൽ നമ്മൾ എവിടെയും അത് ഹൈലൈറ്റ് ചെയ്യില്ല. അത് ആ ഒരു ഫ്ലോയിലൊക്കെ ഒഴുകി പോകാം. അത് അയാളുടെ കടമയാണ്, അങ്ങനെ ചെയ്യേണ്ടതാണ് എന്നുള്ള രീതിയിൽ അങ്ങ് പോകും. അതേസമയം അയാൾ എന്തെങ്കിലും നെഗറ്റീവ് ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് നമുക്ക് അതിനെ ആഘോഷിക്കാൻ തോന്നും. അതാണ് ഹ്യൂമൻ സൈക്കോളജിയാണത്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ കോഴിക്കോട് താമരശ്ശേരിയിലുള്ള ഒരു ഇൻസിഡന്റിനെ പറ്റി. അവിടെ തന്നെ ഇപ്പോ ഒരു വിഭാഗം ആൾക്കാർ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അതിനെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ ബഹിഷ്കരിക്കാൻ എന്നുള്ള, അതായത് ആരാണോ ലഹരി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നത് അവരെ ഇതേപോലുള്ള മാഫിയകൾ നോട്ട് ചെയ്യുന്നു, അവരുടെ ഫോട്ടോ എടുക്കുന്നു, വണ്ടിയുടെ ഫോട്ടോ എടുക്കുന്നു. അപ്പോ അവരെ ഇതേപോലെ വാൺ ചെയ്യുന്നു, മാഫിയക്ക് വിട്ടുകൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വിഭാഗം ആൾക്കാർ, ആ സ്ഥലത്തുള്ള ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനി ഇതേപോലെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാരെ നമുക്ക് യാതൊരു ദാക്ഷിണ്യം വേണ്ട, ഒരു നല്ല പ്രവർത്തനങ്ങളിലും അവരെ ഏർപ്പെടുത്തേണ്ട, വിവാഹം പോലുള്ള ചടങ്ങുകളിൽ നിന്നൊക്കെ മാറ്റി നിർത്താം എന്നുള്ള രീതിയിൽ നല്ല നല്ല തീരുമാനങ്ങൾ എടുത്ത് ആൾക്കാർ വരുന്നുണ്ട്. അത് പലരും അതിന്റെ കമന്റ് ബോക്സ് പറയുന്നത് ഇതിനൊക്കെ ഒരൊറ്റ സൊല്യൂഷൻ ലീഗലൈസ് ചെയ്താൽ മതി എന്ന് അല്ലെ. ലഹരി അപ്പൊ ലീഗലൈസ് ചെയ്യുകയാണെങ്കിൽ ഇത് കിട്ടാത്ത സാധനത്തിനോടാണല്ലോ മനുഷ്യന്മാർക്ക് ആസക്തിയും തെറ്റ് ചെയ്യാൻ കൂടുതൽ. എന്നാൽ ഞാനിങ്ങനെ ചിന്തിക്കുക, കാരണം നോർത്തിലൊക്കെ പോകുന്ന സമയത്ത് കഞ്ചാവൊക്കെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. ഒരു ഉരുളക്ക് 20 രൂപ 50 രൂപക്ക് ഒരു ജ്യൂസ് കഞ്ചാവിന്റെ തണ്ടായി കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, അതും ഗവൺമെന്റ് ഔട്ട്ലെറ്റിലൂടെ. അപ്പൊ ഞാൻ വിചാരിക്കുക അവിടുത്തെ മനുഷ്യന്മാരൊക്കെ എങ്ങനെയായിരിക്കും. ഞാൻ അത്ര വയലൻസ് ഒന്നും അവിടെ കണ്ടിട്ടില്ല. അപ്പൊ ഇല്ല അവിടെ ഒന്നുമല്ല. എനിക്കറിയില്ല കേട്ടോ, നമ്മള് പ്രത്യക്ഷത്ത് കാണുന്നില്ല. പക്ഷെ കേരളത്തിനെ മാത്രം എടുത്ത് നോക്കിയാൽ മതി. കേരളത്തിൽ ഇതെന്താ ഇതിന് മാത്രം പെരുകാൻ? അതും ഈ ഒരു പെർട്ടിക്കുലർ സീസൺ ആയപ്പോഴേക്ക് 25 ആയപ്പോഴേക്ക് ഭയങ്കരമായിട്ടുള്ള കേസസ് നമ്മൾ ഇങ്ങനെ, ഇനി ഒരു പക്ഷെ അവിടെ കേസസ് റിപ്പോർട്ട് ചെയ്യാഞ്ഞിട്ടാണോ എന്ന് അറിയില്ല. കേരളം പോലെ ഇത്രയും ലീഗലി ഫിറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് വേറെ ഇല്ല. അത് ഇവിടെ എല്ലാ മൈക്രോ ആയിട്ടുള്ള ക്രൈംസും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണോ നമ്മൾ ക്രൈം ഇങ്ങനെ കാണുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അവിടെയൊക്കെ പോകുന്ന സമയത്ത് ഇത്രയും സുലഭമായി കിട്ടുന്ന സാധനങ്ങളാണ്. ഹാൻസ്, പാൻ പരാഗ്, ഈ സാധനങ്ങളൊക്കെ പിന്നെ ട്രെയിനിൽ കയറിയാലും ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഹാൻഡ്സ് അടിച്ചിട്ട് കഴിക്കുന്നതാ. അപ്പോൾ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നിട്ടും അവിടെ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ കേൾക്കുന്നില്ല. വെട്ടിക്കൊന്നതും ഉണ്ടാവാം, പക്ഷെ നമ്മൾ അറിയുന്നില്ല. അപ്പൊ ഇത് എന്തുകൊണ്ടായിരിക്കും നിയമപരമാക്കിയാൽ അപ്പൊ ചിലപ്പോ ഇതിന്റെ വേറൊരു ലെവലായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. പിന്നെ
ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിന്നെ ബീഹാറിൽ അവിടെ ആക്ച്വലി തോക്ക് നിർമ്മാണം ഉണ്ടായിരുന്നു, തോക്ക് നിർമ്മിക്കുന്ന. അപ്പോൾ കുറെ കാലം അവരായിരുന്നു ഈ തോക്ക് നിർമ്മിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പെട്ടെന്ന് ഗവൺമെന്റ് എന്തെന്ന് വെച്ചാൽ ഇനി അവിടെ തോക്ക് നിർമ്മാണം വേണ്ട, അത് തോക്ക് നിർമ്മാണം ഇല്ലീഗലാണ്, ഇനി മുതലെല്ലാം ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള അതിൽ നിർമ്മിക്കാം എന്ന് ഒരു നിയമ നിർമ്മാണം നടത്തി. അപ്പൊ അതുവരെ അവരെന്ത് ചെയ്യുന്ന സാധാരണ തോക്കുണ്ടാക്കുന്നു, കൊടുക്കുന്നു, അങ്ങനെ രീതിയിൽ പോകുന്ന മനുഷ്യന്മാര് ആ നിയമം പ്രാബല്യത്തിൽ വന്നതോടുകൂടി എന്തായത് ക്രിമിനൽസ് ആയി മാറുകയാണ്. കാരണം ഇനി മുതലൊക്കെ അവർക്ക് ലീഗലായിട്ട് വിൽക്കാൻ പറ്റില്ല, അപ്പൊ അവർ ഇല്ലീഗലായിട്ട് ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങി. എവിടെ ക്രൈം നടന്നാലും അത് ബീഹാറിലുള്ള അവിടുത്തെ തോക്കായിരിക്കും. നമ്മൾ എവിടെ ക്രൈം നടന്നാലും അത് പിന്നെ ലൈസൻസ് ഇല്ലാത്ത തോക്കാണെങ്കിൽ ബീഹാറിലായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാവുക. എവിടുന്ന് ഇപ്പൊ കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും ക്രൈം സ്പോട്ടിൽ നിന്ന് തോക്ക് കിട്ടിയാൽ നേരെ അവർ ബീഹാറിലേക്കാണ് വിടുക, എന്നിട്ട് അത് ഉണ്ടാക്കിയ ആളെ പിടിച്ചോണ്ട് വരും. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഇല്ലീഗൽ ആക്കുന്ന സമയത്ത് അതിന്റെ മറ്റേ വശം കൂടി ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. മീൻസ് ഇനി പുതിയ എന്തെങ്കിലും ലോ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും ഒരു ഓൾ ഓഫ് എ സഡൻ നമ്മളൊരു ലോ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് അത്രയും ആ ഒരു ലോന്റെ മറ്റേ ഭാഗത്തുള്ള ആൾക്കാരുടെ മാനസികാവസ്ഥ എന്താണെന്നും കൂടി കണക്കിലെടുക്കേണ്ടി വരും. കാരണം അഭിപ്രായത്തിൽ ഡ്രഗ്സ് ലീഗലാക്കണം എന്നാണോ? എന്നെ ഒരിക്കലും പറയില്ല. ലീഗലാക്കണം എന്നല്ലേ ഉദ്ദേശിച്ചത്. ലീഗലാക്കുകയാണെങ്കിലും ഇല്ലീഗലാക്കുകയാണെങ്കിലും ഒക്കെ എങ്ങനെയാണ് അതിന്റെ ഒരു പ്രൊജക്ഷൻ മാപ്പ് എന്നുള്ളതും പഠിക്കണം നമ്മൾ. അതായത് ഇപ്പോ നാളെ മറ്റന്നാളോ എന്നുള്ളതല്ല, 10 വർഷം കഴിഞ്ഞാൽ ഈ ഒരു ലോ ഇംപ്ലിമെന്റ് ചെയ്യുന്നതുകൊണ്ട് എന്തായിരിക്കും എഫക്ട് ഉണ്ടാകാൻ പോകുന്നത്, ഇത് കണ്ട് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ഉണ്ടാകാൻ പോകുന്നത്. ലഹരിക്ക് വേണ്ടി ഒരുപാട് പേര് വാദിക്കുന്നുണ്ട്. കഞ്ചാവ് അടിച്ച ഒന്നും ആവില്ല, വളരെ ശാന്തരായിരിക്കും, പിന്നെ സിന്തറ്റിക് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അക്രമവാസന കൂടുക എന്നൊക്കെ പറഞ്ഞ് പല തരത്തിലുള്ള ഇതിൽ തന്നെ വലിയ പിന്നെ PhD എടുത്ത ആൾക്കാരൊക്കെ അതിലിങ്ങനെ ചർച്ച ചെയ്യുന്നത് കാണുന്നുണ്ട്. നമ്മള് ഇതൊന്നും ഉപയോഗിക്കാത്തോണ്ടായിരിക്കാം, നമുക്കറിയില്ല ഇതിന്റെ എഫക്ട് എങ്ങനെയാ വരുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും. ഇപ്പൊ ഒരു അധ്യാപകനാണല്ലോ, അധ്യാപകൻ എന്നുള്ള രീതിയിൽ സാറിന്റെ ഓരോ വാക്കുകളെയും അത്രയും വാല്യൂബിൾ ആയിട്ട് ഇതേപോലെ ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. അപ്പോ അവർക്ക് വേണ്ടി എന്ത് തരം മെസ്സേജ് ആണ് സാറിന് പാസ് ചെയ്യാനുള്ളത്? ഞാൻ പക്ഷെ നോക്കിയെടുത്തോളം കേരളത്തിൽ അത്രയ്ക്കൊന്നും ഡ്രഗ്സ് പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. കുട്ടികളൊക്കെ ഭയങ്കര എന്താ പറയാ വിദഗ്ധമായിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഞാൻ പഞ്ചാബിൽ പഠിപ്പിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ അവർക്ക് നമ്മുടെ ആ വാഷ്റൂം കയറാൻ പറ്റൂല, ഇഞ്ചക്ഷന്, സിറിഞ്ചസ്, പിന്നെ എന്തൊക്കെയാ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമെന്നറിയോ. അത്രയും ഓപ്പൺ ആയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ അത്രയും അവൈലബിലിറ്റി. കാരണം ഉടുത്ത പഞ്ചാബ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാറിയാം, ഇവിടുന്ന് ഇങ്ങനെ എറിയും. നമ്മൾ പാകിസ്ഥാൻ ബോർഡറിലാണ്, ഇവിടുന്ന് അങ്ങോട്ട് ഒരു 18-20 കിലോമീറ്റർ പോയ പാകിസ്ഥാൻ ബോർഡറായി. അപ്പൊ അവിടുന്ന് ഡ്രഗ്സ് ഇവരിങ്ങനെ എറിഞ്ഞു കൊടുക്കും, ഇവർ പൈസ അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കും. അപ്പൊ അത്രയും സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ ഇതാണ് ഭയങ്കരമായിട്ട് യൂസേജാ. ഞാൻ ആദ്യമായിട്ട് ഖാൽസ കോളേജ് എന്ന് പറഞ്ഞ കോളേജിൽ പോയ സമയത്ത് അവര് പുറത്ത് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, വെപ്പൺസ് ആർ നോട്ട് അലൗഡ് ഇൻസൈഡ് ദ ക്യാമ്പസ് എന്ന്. തോക്കൊന്നും ക്യാമ്പസിലേക്ക് കൊണ്ടുവരരുത്, നമ്മളിവിടെ മൊബൈൽ ഫോൺസ് ആർ നോട്ട് അലൗഡ് എന്നല്ല എഴുതുക. അപ്പൊ അവിടെ ഇലക്ഷന്റെ ഒക്കെ സമയത്ത് കുട്ടികൾ വെടിവെക്കും. അവരുടെ ഈ തോക്കുണ്ടാവും, ഫാമിലി ആയിട്ട് കിട്ടിയിട്ടുള്ള തോക്കുകളുണ്ടാവും, അത് വെച്ചിട്ട് വെടിവെക്കും. അവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പോലും പറ്റില്ല. അതുകൊണ്ട് തന്നെ വെച്ചാൽ പഞ്ചാബികളാണ് വലിയ മനുഷ്യന്മാരെ, വലിയ ജിമ്മും അതൊക്കെ പറഞ്ഞാൽ ലൈസൻസ് ഒന്നും ഉണ്ടാവില്ല. അച്ഛാ അവന്മാരെ നമുക്ക് തൊടാൻ പോലും പറ്റില്ല. അപ്പൊ അവരെന്തോ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ മാറി നിൽക്കാനല്ലാതെ അവർക്ക് അധ്യാപകർക്ക് ഒരു റോളും ഉണ്ടാവില്ല. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല, നമുക്ക് സ്റ്റുഡൻസ് ആർ അണ്ടർ കൺട്രോൾ ആണ് ഒരു പരിധി വരെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്രയും ആറ്റിറ്റ്യൂഡോ അത്രയും അരഗൻസ് എന്നുള്ള കുട്ടികളെ ഞാൻ കണ്ടിട്ടില്ല അവിടെ. ഒരുവിധമൊക്കെ നമ്മൾ ഉപദേശിക്കുമ്പോഴും നമ്മൾ ചേർത്ത് പിടിക്കുമ്പോഴൊക്കെ കൂടെ നിൽക്കുന്നവരാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെയും എങ്ങനെയാണ് അവർക്ക് ആ ഒരു ഡൈവേർഷൻ വരുന്നതെന്നാണ് മനസ്സിലാവാത്തത്. അവർക്ക് എവിടെയാണ് ആ ഒരു ഇമോഷണൽ സപ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടാവാം എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ചെറിയ പിള്ളേരാണല്ലോ, 10ാം ക്ലാസ് കഴിയണമെന്നില്ല, അതിന് മുമ്പ് തന്നെ അവരിപ്പോൾ ഒരു വലിയ ആ ഷഹബാസിന്റെ കൊലപാതകത്തിൽ അവരുടെ വോയിസ് ക്ലിപ്സ് ഒക്കെ കേട്ടറിയാം. അവരൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ആൾക്കൂട്ടത്തിൽ തച്ച കേസ് ഉണ്ടാവില്ല, കൊന്നാൽ പോലും ആരും അറിയില്ല. ഒരു കൊട്ടേഷൻ സംഘത്തിന്റെ ഒക്കെ സംസാരം ആ ഒരു ലെവലിലേക്ക് കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് സത്യം പറഞ്ഞാൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആണോ സിനിമയുടെ ഇൻഫ്ലുവൻസ് ആണ്? കുറെ ആൾക്കാർ സിനിമനെ കുറ്റം പറഞ്ഞു. പക്ഷെ സിനിമ എത്ര ഒരു നെഗറ്റീവ് സിനിമ വരുമ്പോ 100 നന്മ ഉപദേശിക്കുന്ന സിനിമ അപ്പുറത്ത് വരുന്നുണ്ട്. അതൊന്നും ആരിലും ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നില്ല. അമ്മയെ നോക്കണം, അച്ഛനെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമകൾ വരുന്നുണ്ട്. പക്ഷെ
അതാണ്. പിന്നെ ഹ്യൂമൻ നേച്ചറും അങ്ങനെ തന്നെ, നെഗറ്റീവ് പെട്ടെന്ന് കോപ്പി ചെയ്യാനാണ് കൂടുതൽ അട്രാക്ട് ചെയ്യാൻ. അതെ. അതുമാത്രമല്ല, ഏറ്റവും കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്തത് പ്രകാരം ഈ ലഹരി വസ്തുക്കൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സ്കൂൾ കുട്ടികൾ, ആ ഒരു സ്കൂൾ പരിസരങ്ങളിൽ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ അധ്യാപകർക്ക് ഏത് രീതിയിലാണ് അതിന്? ഞാൻ ഒരു പ്രാവശ്യം കോളേജിന്റെ പേര് പറയുന്നില്ല, കാരണം കേരളത്തിലുള്ള കോളേജാണ്. ഞാൻ പഠിപ്പിച്ച കോളേജിൽ പിള്ളേരുടെ കൂടെ ഒരു ദിവസം ഹോസ്റ്റലിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തു, സാർ ഇന്ന് ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന സമയത്ത് അവരെന്താ ചെയ്യുന്നത് വെച്ചോ, പ്ലാസ്റ്റിക് കവർ എടുക്കും, എന്നിട്ട് ഫെവി ബോണ്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഫെവി ക്വിക്ക് പോലത്തെ ഈ. അപ്പൊ അത് കുറെ ഫെവി ബോണ്ട് വാങ്ങിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തോ നാടകത്തിന് എന്തെങ്കിലും ഈ തട്ടടിക്കാനോ അങ്ങനെ ഇത് നടക്കുക, കലോത്സവം നടക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് പ്രോപ്പർട്ടി ഒക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഫെവി ബോണ്ട് വാങ്ങി. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ആ കവറിലേക്ക് ഈ ഫെവി ബോണ്ട് ഇങ്ങനെ സ്ക്വീസ് ചെയ്യും, എന്നിട്ട് ആ കവർ എടുത്തിട്ട് ഇങ്ങനെ എന്നിട്ട് സ്മെല് ചെയ്തിട്ട് അവർക്ക് ഒരു ഹാഫ് ഇതിൽ ഇങ്ങനെ കിടക്കും. നിസാർ അൽത്തമിഷുമൊത്തുള്ള വിശേഷങ്ങളൊന്നും ഇവിടെ തീരുന്നില്ല. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒട്ടനവധി വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ഭാഗം വീണ്ടും കണ്ടുമുട്ടാം.